എല്ലാവർക്കും നമസ്കാരം. സൈറ ലേണിംഗ്സിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് കഥകളിയെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുക. കഥകളിയെ കുറിച്ച് എന്ന് പറയുമ്പോൾ പ്രധാനമായും കഥകളിയിലെ ശൈലീ പരിഷ്കാരങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. നിങ്ങൾക്കറിയാം, നെറ്റ് സിലബസിൽ മലയാളം നെറ്റ് സിലബസിൽ 4-ാം യൂണിറ്റിലാണ് കഥകളി, തുള്ളൽ തുടങ്ങിയ സാഹിത്യ രൂപങ്ങളെയൊക്കെ നാം പരിചയപ്പെടുന്നത്. അതിൽ തന്നെ കഥകളിക്ക് വളരെ പ്രാധാന്യമുണ്ട് താനും. കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ എന്ന് നമുക്കറിയാം. നിരവധി ആട്ടക്കഥാകാരന്മാരെ കുറിച്ച് അല്ലെങ്കിൽ ആട്ടക്കഥകൾ എഴുതിയവരെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവരുടെ പ്രധാന ആട്ടക്കഥകൾ ഏതൊക്കെയാണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ പരീക്ഷയിൽ ചോദിക്കാറുമുണ്ട്. ഭാരതത്തിലെ സർവ കലാരൂപങ്ങളെയും അപേക്ഷിച്ച് കഥകളിക്ക് സവിശേഷമായൊരു പ്രത്യേകതയുണ്ട്. അതിന്റെ അനുക്രമമായ പുരോഗതി തന്നെയാണ്. മറ്റേതൊരു പാരമ്പര്യ കലയെയും വെച്ച് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റേതൊരു പാരമ്പര്യ കലാരൂപവും വലിയൊരു രൂപാന്തരങ്ങളൊന്നും ഇല്ലാതെ നിലനിൽക്കുമ്പോൾ കഥകളിയിൽ എത്രമാത്രം പരിണാമങ്ങൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ, വ്യത്യാസങ്ങൾ വന്നു ചേർന്നിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ കഥകളിയിൽ വന്നിട്ടുള്ള ചില ശൈലീ പരിഷ്കാരങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ഒരു 15 മിനിറ്റ് ഞാൻ സംസാരിക്കുന്നത്. പല രീതിയിൽ, അതായത് കഥകളി ഉത്ഭവിച്ച് അല്ലെങ്കിൽ രൂപം കൊണ്ട ആ ഒരു കാലം മുതൽ പിന്നീട് ഇങ്ങോട്ട് ഇന്ന് കഥകളി എങ്ങനെയാണ് നടത്തപ്പെടുന്നത്, അല്ലെങ്കിൽ കഥകളിയിലെ രംഗ സംവിധാനങ്ങൾ, സംഗീതത്തിനുള്ള പ്രാധാന്യം, മുഖച്ചമയങ്ങളിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങൾ, ചുട്ടികുത്തലിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങൾ, അങ്ങനെ നിരവധി മേഖലകളിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കഥകളിയിൽ. അപ്പൊ അത്തരത്തിലുള്ള ചില ശൈലീ പരിഷ്കാരങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുക. അതിനു മുന്നോടിയായി കഥകളിയുടെ ഉൽപ്പത്തിയെ കുറിച്ചൊന്ന് സാമാന്യമായി അറിഞ്ഞിരിക്കണം, അല്ലെ? കഥകളിയുടെ ഉൽപ്പത്തി എന്ന് പറയുമ്പോൾ പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ട് ഐതിഹ്യപരമായ കഥകൾ ഏറെ പ്രചരിച്ചു കേൾക്കുന്നുണ്ട്. കൂടുതലായും നമ്മൾ കേട്ടിട്ടുള്ളത് കൊട്ടാരക്കര തമ്പുരാനാണ് ആട്ടക്കഥ എന്ന ഈ ഒരു സാഹിത്യ രൂപത്തിന് തുടക്കം കുറിച്ചത് എന്നതാണ്. കൃഷ്ണനാട്ടത്തെ അടിസ്ഥാനമാക്കി രാമനാട്ടം എന്ന ഒരു കലാരൂപം അദ്ദേഹം വാർത്തെടുക്കുകയും ആ രാമനാട്ടത്തിൽ നിന്നും ആട്ടക്കഥാരൂപം, അതായത് കഥകളി രൂപീകൃതമാവുകയും ചെയ്തു എന്നതാണ് വളരെ വിശാലമായ രീതിയിൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കഥ അല്ലെങ്കിൽ ഐതിഹ്യം എന്ന് പറയുന്നത്. ഇതിൽ രാമനാട്ടം കൃഷ്ണനാട്ടത്തോട് സാദൃശ്യം തോന്നുന്ന തരത്തിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. 8 കഥകളായി 8 ദിവസങ്ങളിൽ അവതരിപ്പിക്കുന്ന വിധത്തിലാണ് രാമനാട്ടം രൂപപ്പെടുത്തുന്നത്. അപ്പൊ അതിൽ നിന്നും വ്യത്യസ്തമായി അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് എന്ത് ചെയ്തു? ആട്ടക്കഥാരൂപം, കഥകളി അവതരിപ്പിക്കുവാനായിട്ടുള്ള സാഹിത്യ രൂപമാണ് ആട്ടക്കഥ. അപ്പോൾ ആട്ടക്കഥയും തയ്യാറാക്കുന്നു. അപ്പോൾ കഥകളിയുടെ പൂർവ്വരൂപം എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ അതിൽ രാമനാട്ടം, കൃഷ്ണനാട്ടം തുടങ്ങിയവയെല്ലാം അതിനും മുന്നേ നമ്മുടെ പ്രാചീന നാടൻ ചില കലാരൂപങ്ങളെയൊക്കെ പറയാറുണ്ട്. എങ്കിലും പ്രധാനമായും രാമനാട്ടത്തെയാണ് കൂടുതലായും പറഞ്ഞു കേൾക്കുന്നത്. കഥകളിയിലെ ചടങ്ങുകളും അരങ്ങുകളും വേഷങ്ങളും എല്ലാം നമ്മുടെ നെറ്റ് പരീക്ഷയിൽ പ്രാധാന്യത്തോടു കൂടി നാം നോക്കിക്കാണേണ്ടവയാണ്. അതുകൂടി ഒന്ന് ഓർത്ത് വെക്കുക. നമ്മൾ നേരെ തന്നെ പ്രധാനപ്പെട്ട ശൈലീ പരിഷ്കാരങ്ങൾ ഏതൊക്കെയാണെന്ന് കാണാൻ പോവുകയാണ്. അതിൽ ഒന്നാമതായി പറയുന്നത് വെട്ടത്തുനാടൻ സമ്പ്രദായമാണ്. എന്താണ് വെട്ടത്തുനാടൻ സമ്പ്രദായം? എന്താണ് വെട്ടത്തുനാടൻ സമ്പ്രദായം എന്ന് നോക്കാം. നടന്മാർക്ക് വാചിക അഭിനയം വേണ്ടെന്ന് തീർച്ചപ്പെടുത്തിയത് ഈ സമ്പ്രദായത്തിലാണ്. വെട്ടത്തുനാടൻ സമ്പ്രദായം
രൂപീകരിച്ചത് വെട്ടത്ത് രാജാവാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ശൈലി പരിഷ്കാരങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നടന്മാർക്ക് വാചികാഭിനയം വേണ്ട എന്ന് തീർച്ചപ്പെടുത്തുകയാണ്. 2, പാട്ടിനെ പിന്നണിയിലേക്ക് എത്തിച്ചു. നമുക്കറിയാം പൊന്നാനി എന്ന പേരിൽ ഏറ്റവും മുൻനിര പിന്നണിക്കാരൻ അല്ലെ ഗായകനുണ്ട് കഥകളിയിൽ. ചെങ്കിടി എന്ന പേരിൽ രണ്ടാമതായി മറ്റൊരു ഗായകനുമുണ്ട്. അപ്പോ പാട്ടിനെ ഈ കഥകളി അവതരിപ്പിക്കുന്നതിന് ഇതിന്റെ പിന്നണിയിലേക്ക് എത്തിച്ചത് വെട്ടത്ത് നാടൻ സമ്പ്രദായത്തിലൂടെയാണ്. കത്തി താടി വേഷങ്ങൾക്ക് തിരനോട്ടം ഏർപ്പെടുത്തിയതും ഈ സമ്പ്രദായത്തിലാണ്. രാമനാട്ടത്തിലെ തൊപ്പി മദ്ദളത്തിന് പകരം ചെണ്ട ഏർപ്പെടുത്തി. കൂടിയാട്ടത്തിനനുസരിച്ചുള്ള പച്ച, കത്തി, താടി എന്നീ മുഖത്തു തേപ്പ് അടിസ്ഥാനത്തിലുള്ള വേഷവിഭജനവും വെട്ടത്ത് നാടൻ സമ്പ്രദായത്തിലാണ് കൊണ്ടുവരുന്നത്. മാത്രമല്ല മുദ്രകളോടെയുള്ള ആംഗിക അഭിനയം കൊണ്ടുവന്നതും ഈ സമ്പ്രദായത്തിലൂടെയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ആദ്യമായി നമ്മൾ പഠിക്കുന്ന ഒരു ശൈലീ പരിഷ്കാരം, കഥകളിയിലെ ശൈലീ പരിഷ്കാരം എന്നത് വെട്ടത്ത് നാടൻ സമ്പ്രദായമാണ്. അതിലാണ് ഈ രാമനാട്ടം കഥകളിയായി പരിണമിക്കുന്ന ആ ഒരു ദശാസന്ധിയിലാണ് ഈ വെട്ടത്ത് നാടൻ സമ്പ്രദായം ഉള്ളത്. വെട്ടത്ത് രാജാവാണ് ഈ ഒരു സമ്പ്രദായത്തിന്, ശൈലിക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരിഷ്കാരങ്ങൾക്ക് നേതൃത്വം നൽകിയത്. പ്രധാനപ്പെട്ട ശൈലി പരിഷ്കാരങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലെ. അടുത്തതായി നമ്മൾ കാണുക കപ്ലിങ്ങാട്ട് ശൈലിയാണ് അല്ലെങ്കിൽ കപ്ലിങ്ങാട്ട് സമ്പ്രദായമാണ്. എന്താണ് കപ്ലിങ്ങാട്ട് സമ്പ്രദായം എന്ന് നോക്കാം. AD 1758 തിരുവിതാംകൂർ മഹാരാജാവായി സ്ഥാനാരോഹണം ചെയ്ത കാർത്തിക തിരുനാൾ രാമവർമ്മ മഹാരാജാവും നെടുമ്പുര ഗ്രാമത്തിൽ കപ്ലിങ്ങാട് ഇല്ലത്ത് നാരായണൻ നമ്പൂതിരിയും കൂടി കഥകളിയിൽ വരുത്തിയ പരിഷ്കാരങ്ങളാണ് കപ്ലിങ്ങാട്ട് സമ്പ്രദായം എന്ന് അറിയപ്പെടുന്നത്. വെട്ടത്ത് സമ്പ്രദായത്തെ പരിഷ്കരിച്ച് കഥകളിയെ ഒരു നല്ല നൃത്ത കലയാക്കി തീർത്തത് കപ്ലിങ്ങാടൻ നമ്പൂതിരിയാണ് എന്ന് പറയാം. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ, പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അരിമ്പോട് കൂടിയതും കനമുള്ളതുമായ ചുട്ടി, വൈവിധ്യമാർന്ന തേപ്പുകൾ, ചെമന്ന താടി, കത്തി എന്നിവയ്ക്ക് നെറ്റിയിലും മൂക്കിലും ചുട്ടിപ്പൂവ്, ചാമരം, കെച്ചമണി, മഹർഷിമുടി, മിനുക്ക്, സ്ത്രീവേഷങ്ങൾക്ക് വെള്ള മനയോല, അതുപോലെ ഹസ്തലക്ഷണ ദീപിക പ്രകാരമുള്ള കൈമുദ്രകൾ എന്നിവയെല്ലാം കപ്ലിങ്ങാടൻ രീതികളിൽ നിന്നും വന്നവയാണ്. കഥകളിയിൽ ഈ മേൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം കപ്ലിങ്ങാടൻ സമ്പ്രദായത്തിൽ നിന്ന് വന്നവയാണ്. അതിൽ ഹസ്തലക്ഷണ ദീപിക പ്രകാരമുള്ള കൈമുദ്രകൾ എന്നുദ്ദേശിച്ചാൽ എന്താണ് ഹസ്തലക്ഷണ ദീപിക? ഇതൊരു മോഹിനിയാട്ടത്തെ സംബന്ധിക്കുന്ന ഒരു ലക്ഷണ ഗ്രന്ഥമാണ് ഹസ്തലക്ഷണ ദീപിക. അതുപോലെ അഭിനയാദർപ്പണം ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ ഈ ഹസ്തലക്ഷണ ദീപികയിൽ പറഞ്ഞിട്ടുള്ള അതിൻ പ്രകാരമുള്ള കൈമുദ്രകൾ കപ്ലിങ്ങാട്ട് സമ്പ്രദായത്തിലാണ് ഈ പറഞ്ഞ കാർത്തിക തിരുനാൾ രാമവർമ്മയും കപ്ലിങ്ങാടൻ നമ്പൂതിരിയും കൂടി കഥകളിയിലേക്ക് കൊണ്ടുവന്നത്. ആ കാര്യം ഒന്ന് ഓർക്കുക. മറ്റു കാര്യങ്ങൾ കൂടി നോക്കാം. കത്തിവേഷങ്ങൾക്ക് ശൃംഗാരപദവും അത് വിസ്തരിച്ചാടുന്നതിനുള്ള സമ്പ്രദായവും കൊണ്ടുവന്നത് കപ്ലിങ്ങാടൻ സമ്പ്രദായത്തിലൂടെയാണ്. ചില കഥകളിൽ കൊണ്ടുവന്ന സവിശേഷ ആട്ടപ്രകാരങ്ങൾ, മഞ്ജുതരയുടെ വിവിധ ഖണ്ഡങ്ങൾക്ക് വിവിധ രാഗങ്ങൾ എന്നിവയെല്ലാം സമന്വയിപ്പിച്ച് കഥകളിയെ ഹൃദയഹാരിയായ ഒരു നാട്യകലയായി ഉയർത്തിയത് കപ്ലിങ്ങാടനാണ്. അപ്പോൾ കത്തിവേഷങ്ങൾക്ക് ശൃംഗാരപദം, അത് നമ്മൾ പറഞ്ഞു. ചുട്ടിക്ക് അകവിസ്തൃതി, അതുപോലെ രാമലക്ഷ്മണന്മാർക്ക് കൃഷ്ണമുടി, നെഞ്ചിനു നേരെ മുദ്ര പിടിക്കുന്ന ഒരു സമ്പ്രദായം, കത്തിവേഷത്തിന് മൂക്കിലും നെറ്റിയിലും ചുട്ടി. അതുപോലെ മറ്റൊരു കാര്യമാണ് മഞ്ജുതരയുടെ വിവിധ ഖണ്ഡങ്ങൾക്ക് വിവിധ രാഗങ്ങൾ. എന്താണ് മഞ്ജുതര? മഞ്ജുതര എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കഥകളി പഠിക്കുമ്പോൾ, കഥകളിയെ കുറിച്ച് അല്ലെങ്കിൽ ആട്ടക്കഥയെ പറ്റി പഠിക്കുമ്പോൾ കഥകളിയിൽ നമ്മൾ ചടങ്ങുകൾ പഠിക്കാറുണ്ട്.
അല്ലെ? കഥകളിയിൽ ചടങ്ങുകൾ പഠിക്കാറുണ്ട്. ഈ ചടങ്ങുകൾ കേളികൊട്ട്, അതുപോലെ അരങ്ങുകേളി, തോടയം, വന്ദന ശ്ലോകം തുടങ്ങിയിട്ടുള്ള ചില ചടങ്ങുകൾ പ്രധാനമായും എവിടെയുണ്ട്? കഥകളിക്കും കഥകളിയിലുണ്ട്. കഥകളിക്ക് മുന്നോടിയായി കഥകളി നടക്കുന്നുണ്ട് എന്ന് അറിയിക്കാനാണ് നമ്മുടെ കേളികൊട്ട്. അതൊരു കഥകളി ഇങ്ങനെ ഈ ഒരു സ്ഥലത്ത് നടക്കുന്നുണ്ട് എന്ന് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന കേളികൊട്ട് നടത്തപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെ ഓരോ രീതിയിലുള്ള ചടങ്ങുകൾ കഥകളിക്കുണ്ട്. അതിൽ തന്നെ ഏറ്റവും അവസാനമായി നമ്മൾ പറയുന്ന ഒരു ചടങ്ങാണ് മേളപ്പദം എന്നത്. മേളപ്പദം എന്ന ചടങ്ങ്. ഈ മേളപദം എന്ന ചടങ്ങിലാണ് മഞ്ജുതര എന്ന് തുടങ്ങുന്ന അഷ്ടപതി ഗാനം, ജയദേവന്റെ ഗീതഗോവിന്ദത്തിലെ ഒരു അഷ്ടപതിയാണ് മഞ്ജുതര എന്ന് തുടങ്ങുന്ന ഒരു അഷ്ടപതി. അപ്പൊ ഈ അഷ്ടപതി ഗാനം പാടിക്കൊണ്ടാണ് ഈ മേളപദം നടക്കുക. അപ്പോൾ മഞ്ജുതര എന്ന ഈ ഒരു അഷ്ടപതിയിലെ വിവിധ ഖണ്ഡങ്ങൾക്ക് വിവിധ രാഗങ്ങൾ എന്ന രീതിയിൽ അവയെ സമന്വയിപ്പിക്കുന്നതൊക്കെ ഈ കപ്ലിങ്ങാട്ട് സമ്പ്രദായത്തിലാണ്. ഇതാണ് പ്രധാനമായും കപ്ലിങ്ങാട്ട് ശൈലിയിൽ വരുത്തിയിട്ടുള്ള, അല്ലെങ്കിൽ കപ്ലിങ്ങാട്ട് ശൈലി കഥകളിയിലേക്ക് വരുത്തിയിട്ടുള്ള പ്രധാന പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത്. അടുത്തതായി നമ്മൾ നോക്കുന്നത് കല്ലടിക്കോടൻ സമ്പ്രദായമാണ്. വെട്ടത്ത് സമ്പ്രദായം പറഞ്ഞു, കപ്ലിങ്ങാട്ട് ശൈലി പറഞ്ഞു, ഇനിയുള്ളത് കല്ലടിക്കോടൻ സമ്പ്രദായമാണ്. കല്ലടിക്കോടൻ സമ്പ്രദായത്തിൽ പ്രധാനമായി നമ്മൾ പഠിക്കുന്ന രണ്ട് ആൾക്കാർ വെള്ളാട്ട് ചാത്തുപ്പണിക്കരും കോട്ടയത്ത് തമ്പുരാനുമാണ്. കൊച്ചി തമ്പുരാന്റെ കളിയോഗത്തിലെ ഏറ്റവും പ്രശസ്തനായ നടനും ആദ്യാവസാന വേഷക്കാരനുമായ വെള്ളാട്ട് ചാത്തുപ്പണിക്കരും കലാമർമ്മജ്ഞനും കവിയുമായ കോട്ടയത്ത് തമ്പുരാനും ചേർന്നാണ് ഈ കല്ലടിക്കോടൻ സമ്പ്രദായം ആവിഷ്കരിച്ചത്. അപ്പൊ കഥകളിയിലെ ചില ചടങ്ങുകളും ചിട്ടകളും ഒക്കെ അവയിലൊക്കെ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയത് ഇവരാണ്, ഈ കല്ലടിക്കോടൻ സമ്പ്രദായത്തിലൂടെ. എന്തൊക്കെയാണ് പ്രധാനമായിട്ടുള്ള പരിഷ്കാരങ്ങൾ എന്ന് നോക്കാം. കിരീടം ആകർഷകമാക്കി, വെളുത്ത ഉത്തരീയത്തിന് പുറമെ ചുവന്ന ഉത്തരീയവും കൂടി നിശ്ചയിച്ചു, താളമേള സഹിതമുള്ള നൃത്തരസങ്ങളെ അഭിനയത്തിന്റെ സഹകാരികളാക്കി കൂടുതൽ ആകർഷകത്വം വരുത്തി, അംഗപ്രത്യംഗോപാഭിനയത്തിനാകട്ടെ ശാസ്ത്രീയം അല്ലെങ്കിൽ അതിനെ ശാസ്ത്രീയമായ രീതിയിൽ സംയോജിപ്പിച്ചു. അപ്പോൾ ഭാവാഭിനയത്തിന് കൂടുതൽ ആകർഷകത്വം വരുത്തി ഇങ്ങനെയുള്ള ഒരു അഭിനയത്തെ ശാസ്ത്രീയമായ രീതിയിൽ സംയോജിപ്പിച്ചത് കല്ലടിക്കോടൻ സമ്പ്രദായത്തിലൂടെയാണ്. അപ്പോൾ പ്രധാനമായിട്ടുള്ള ശൈലീ പരിഷ്കാരങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. വെട്ടത്ത് സമ്പ്രദായവും കപ്ലിങ്ങോട്ട് ശൈലിയും കല്ലടിക്കോടൻ സമ്പ്രദായവും എല്ലാം വളരെ പ്രാധാന്യത്തോടെ കാണേണ്ടവയാണ്. കാരണം ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നത് ഇതിൽ ഏതെങ്കിലും ഈ 3 സമ്പ്രദായങ്ങളിൽ നിന്നും അവയുടെ ഏതെങ്കിലും ഒരു പരിഷ്കാരം അല്ലെങ്കിൽ ഒരു ശൈലി തന്നിട്ട് അത് ഏതിൽ ഉൾപ്പെടുന്നു, ഏത് സമ്പ്രദായത്തിൽ ഉൾപ്പെടുന്നു, അല്ലെങ്കിൽ താഴെ നൽകിയിരിക്കുന്നവയിൽ കല്ലടിക്കോടൻ സമ്പ്രദായത്തിൽ ഉൾപ്പെടാത്ത പരിഷ്കാരം ഏത് എന്ന രീതിയിലായിരിക്കും മിക്കവാറും തന്നെ നമുക്ക് ചോദ്യങ്ങൾ വരിക. അതുകൊണ്ട് ഈ ഒരു ഭാഗം എനിക്ക് തോന്നുന്നത് നമ്മൾ കഥകളിയെ പഠിക്കും, അതുപോലെ ആട്ടക്കഥാകൃത്തുക്കളെ പഠിക്കും, ആട്ടക്കഥകൾ ഇപ്പോൾ കോട്ടയത്ത് തമ്പുരാന്റെയും ഇരയിമ്മൻ തമ്പിയുടെയും ഒക്കെ ആട്ടക്കഥകൾ പഠിക്കും. അതിൽ നിന്നെല്ലാം ചോദ്യങ്ങൾ വരാറുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട ആട്ടക്കഥകൾ ഏതൊക്കെയാണെന്ന് പഠിക്കും. കഥകളിയുടെ ചടങ്ങുകൾ, വേഷങ്ങൾ, ഈ വാദ്യോപകരണങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കാറുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള ശൈലീ പരിഷ്കാരങ്ങളെ പഠിക്കുന്നത് കുറച്ച് കുറവാണ്. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായി ഈ കാര്യങ്ങൾ കഥകളി അല്ലെങ്കിൽ ആട്ടക്കഥാ സാഹിത്യം പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് കാണാം. അപ്പോൾ കഥകളിയെ പറ്റിയുള്ള ഈ ഒരു ഭാഗം എല്ലാവരും ഈ ഒരു ക്ലാസ് കാണുക, നോട്ടുകൾ തയ്യാറാക്കുക, പഠിക്കുക.